പ്രേക്ഷകർക്ക് ഒരുപാട് സുപരിചിതമായിട്ടുള്ള മുഖങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഇടത്തുള്ളത്. ഇത് തെക്കേ നട പരിസരത്താണോ ഉള്ളത്? നമുക്ക് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ മുഖം ഒരുപക്ഷെ എല്ലാവർക്കും അറിയായിരിക്കും. എത്ര നാളായി ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ? തുടർച്ചയായിട്ടുള്ള വർഷങ്ങൾ 1-2 തവണയൊക്കെ മുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ എണ്ണിയിട്ടില്ല ഇത്രയും ഉണ്ടെന്നുള്ളത്. അതാണ്. എത്ര മണിക്ക്? ഞാൻ ഇവിടെ എത്തിയതൊരു 7-7:30 ആയപ്പോഴത്തേനും എത്തി. എന്താ അമ്മയ്ക്ക് നേദിക്കുന്നത്? പായസം തന്നെയാണ്, കടും പായസം തന്നെയാണ് വെക്കുന്നത്. അത് തന്നെ പൊങ്കാല. എന്തെങ്കിലും ഇനി പ്രത്യേകിച്ചൊരു ആഗ്രഹം സാഫല്യത്തിന്? എല്ലാ വർഷവും ഒരേ ആഗ്രഹം തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ദേവീനെ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. മറ്റ് മുഖങ്ങൾ കൂടി ഇവിടെ ഉണ്ട്. ആദ്യത്തെ പൊങ്കാലയാണ്. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രത്ത് ഒരു 10-13 വർഷമായി. പക്ഷേ എനിക്ക് ഇതുവരെ പൊങ്കാല ഇടാൻ പറ്റിയിട്ടില്ല. ഓരോ പ്രാവശ്യം ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് മാറി മാറി പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ മാസത്തിൽ ആക്ച്വലി എൻ്റെ ഫ്രണ്ട് അമൃത അവൾ പറഞ്ഞു അവൾ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട്, എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് എല്ലാം അറിയാൻ പാടില്ല, അപ്പോൾ നീ കൂടി ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം പെട്ടെന്നായിരുന്നു. നമുക്കെല്ലാം ഒത്തു വരണമല്ലോ, ഷൂട്ട് ഉണ്ടാവരുത്, ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാവണം. അങ്ങനെ എല്ലാം ഒത്തു വന്നൊരു വർഷമാണ്. എല്ലാം നന്നായിട്ട് ഇതുവരെ എല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ? എൻ്റെ ആദ്യത്തെ പൊങ്കാലയാണ്, ഫസ്റ്റ് ടൈമാണ് ഞാനും ഇടുന്നത്. ആഗ്രഹം കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് പൊങ്കാല ഇടണമെന്ന്. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പം പറയാൻ പറ്റുന്ന ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെയാണ് അമ്മയെ കാണാൻ പറ്റി. ഇന്നലെ അമൃതയുടെ ഫ്രണ്ടാണ്. അങ്ങനെ ഫസ്റ്റ് ടൈമായിട്ട് പൊങ്കാല ഇടാൻ പോകുന്നു. വിനീത, ഇവരെ കാണാൻ ആരാധകർ ഒക്കെ ഈ പരിസരത്ത് ഉണ്ടായിരുന്നു. ഇത്രയും സമയം സെൽഫി ഒക്കെ എടുത്ത് ആരാധകരൊക്കെ ഈ പരിസരത്ത് തന്നെ തടിച്ചുകൂടി നിൽക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ പൊങ്കാലക്കാലത്ത് പ്രത്യേകിച്ച് ലീവ് എടുത്ത് ഇതിനായിട്ട് വ്രതമൊക്കെ നോറ്റ് അങ്ങനെ തന്നെ? നമ്മൾ നോമ്പ് എടുക്കും. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വ്രതം എന്ന് പറയാൻ, ഞാൻ മോസ്റ്റ്ലി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അങ്ങനെ ഇതിനായിട്ട് അങ്ങനെ എടുക്കേണ്ടതില്ലെങ്കിൽ കൂടിയും നമ്മൾ ദൈവികമായിട്ടെല്ലാം പ്രാർത്ഥിച്ച് അങ്ങനെ തന്നെ ഇടുകയുള്ളൂ. നമ്മൾ ചൂടായിരുന്നു പ്രതീക്ഷിച്ചത്, ഇപ്പൊ നല്ല ഒരു മഴ വരുന്നുണ്ട്. പൊതുവേ നമ്മൾ പറയും ഇപ്പം നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുൻപോ ചെറിയ ഒരു ചാറ്റൽ മഴ പെയ്യുന്നത് ദേവിയുടെ അനുഗ്രഹമാണോ എന്ന് പറയും. അപ്പം അങ്ങനെ നമുക്കിത് കണക്കാക്കാം.